Hi friends, Tests-SSC അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബോയിലേഴ്സിൻ്റെ തിയറി പാർട്ട് നമ്മൾ ബോയിലേഴ്സ് ഏതൊക്കെ ടൈപ്പ് ബോയിലേഴ്സ് ഉണ്ടെന്നും അതിൻ്റെ കുറച്ച് അക്സസറീസ് നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ ഇത് നമുക്ക് AMVI പോളിടെക്നിക് ലെക്ചർ, ഓവർസിയർ മെക്കാനിക്കൽ, അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ, അതുപോലെ തന്നെ പല ടെക്നിക്കൽ PSC എക്സാമിനേഷൻ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് വരുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ അതേ ടോപ്പിക് സിലബസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച ബോയിലേഴ്സിൻ്റെ കുറച്ച് MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. കുറച്ച് മുൻപ് ചോദിച്ചിട്ടുള്ളത് അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഫസ്റ്റ്, ദ ഒബ്ജക്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ഡ്രോട്ട് ഇൻ എ ബോയിലർ ഈസ്. Options: to provide an adequate supply of air for the fuel combustion, to exhaust the gases of combustion from the combustion chamber, to discharge the gases of combustion to the atmosphere through the chimney, all of the above. നമ്മൾ ഡ്രോട്ട് എന്താണെന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഒബ്ജക്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ഡ്രോട്ട് ഇൻ എ ബോയിലർ, എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്നുള്ളതാണ്. ആൻസർ ഈസ് ഡി, ഓൾ ഓഫ് ദി അബോവ്. മുകളിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഡ്രോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റാണ്. അത് ഒബ്ജക്റ്റീവാണ്. ലൈക്ക് ടു പ്രൊവൈഡ് ആൻ ആഡ്വക്കേറ്റ് സപ്ലൈ ഓഫ് എയർ ഫോർ ദ ഫ്യൂൽ കമ്പസ്റ്റിംഗ്, ടു എക്സോസ്റ്റ് ദ ഗ്യാസസ് ഓഫ് കമ്പസ്റ്റിംഗ് ഫ്രം ദി കമ്പസ്റ്റിംഗ് ചേംബർ, ഓൾസോ ടു ഡിസ്ചാർജ് ദി ഗ്യാസസ് ഓഫ് കമ്പസ്റ്റിംഗ് ടു ദി അറ്റ്മോസ്ഫിയർ ത്രൂ ദി ചിമ്മിനി. ഇൻ എ ഗ്ലാസ് ട്യൂബ് ടൈപ്പ് water indicator for a boiler, one end of the tube is connected to the water space and the other end is connected to ഒരു ആക്സസറീസ് ആണ് അല്ലേ വാട്ടർ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഗ്ലാസ് ട്യൂബ് ടൈപ്പ് ആണ്. അതങ്ങനെ അതിൻ്റെ ഒരു എൻഡ്, ട്യൂബിൻ്റെ ഒരു എൻഡ് വാട്ടർ സ്പേസിലാണെങ്കിൽ അതർ എൻഡ് എവിടെയാണ് കണക്ട് ചെയ്യുന്നത്? ഓപ്ഷൻസ്: വാട്ടർ സ്പേസ്, ഓൾസോ ചിമ്മിനി, സ്റ്റീം സ്പേസ്, സൂപ്പർ ഹീറ്റർ. ആൻസർ ഈസ് സ്റ്റീം സ്പേസ്. ഒരു എൻഡ്, അതായത് വാട്ടർ ട്യൂബ് ടൈപ്പ് വാട്ടർ ഇൻഡിക്കേറ്റർ ഒരു ട്യൂബ് വാട്ടർ സ്പേസിലാണെങ്കിൽ മറ്റേ എൻഡ് എവിടെയാണ്? സ്റ്റീം സ്പേസിലാണ് കണക്ട് ചെയ്യുന്നത്. ഇൻ വാട്ടർ ട്യൂബ് ബോയിലേഴ്സ്, നമുക്കറിയാം വാട്ടർ ട്യൂബ് ബോയിലേഴ്സ് എന്താണ്. വാട്ടർ പാസസ് ത്രൂ ദ ട്യൂബ്സ് വിച്ച് ആർ സറൗണ്ടഡ് ബൈ ദ ഫ്ലെയിംസ് ആൻഡ് hot gases. The flames and hot gases pass through the tubes which are surrounded by water. Forced circulation takes place. None of these. വാട്ടർ ട്യൂബ് ബോയിലർ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ ട്യൂബിൻ്റെ അകത്ത് വാട്ടർ ആയിരിക്കും, അതിന് ചുറ്റുമാണ് ഫ്ലെയിംസും ഹോട്ട് ഗ്യാസസ് ആണല്ലോ. ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. ഫയർ ട്യൂബ് എന്ന് പറയുമ്പോൾ ഫയർ അല്ലെങ്കിൽ ഫ്ലൂ ഗ്യാസസ്, ഹോട്ട് ഗ്യാസസ് എവിടെയാണ്? ട്യൂബിൻ്റെ അകത്തും വെള്ളം അതിന് ചുറ്റും സർക്കുലേറ്റ് ചെയ്യുന്നു, അതാണ് ഫയർ ട്യൂബ് ബോയിലർ. Which of the following statement is wrong? Locomotive boiler is a water tube boiler. Water tube boilers are internally fired. Lamont boiler is a low pressure water tube boiler. All of the above. Answer endana? All of the above. Low floor boiler is a water tube boiler using a forced circulation of water. True or false? The answer is true. Low floor boiler എന്ന് പറയുന്നത് ഒരു വാട്ടർ ട്യൂബ് ബോയിലർ ആണ്, ഹാവിങ് എ ഫോഴ്സ്ഡ് സർക്കുലേഷൻ ഓഫ് വാട്ടർ. The natural draught is produced by steam jet ആണോ, സെൻട്രിഫ്യൂഗൽ ഫാൻ ആണോ, ചിമ്മിനി ആണോ, ബോത്ത് എ ആൻഡ് ബി ആണോ? നാച്ചുറൽ ഡ്രോട്ട് എങ്ങനെയാണ് ബോയിലറിൻ്റെ അകത്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇറ്റ്സ് ത്രൂ ചിമ്മിനി. Okay, next. A device used to increase the temperature of saturated steam without raising its pressure is called. A device used to increase the temperature of a saturated steam without raising its pressure. Pressure increase ചെയ്യാതെ സാച്ചുറേറ്റഡ് സ്റ്റീമിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസിനെ നമ്മൾ പറയുന്നത് സൂപ്പർ ഹീറ്റർ. ഓക്കെ, സൂപ്പർ ഹീറ്റർ നമ്മൾ കണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ ഒരു ഫിഗറിൽ നമ്മൾ കണ്ട് നമ്മൾ എന്താണ് അതിൻ്റെ വർക്കിംഗ് എല്ലാം പറഞ്ഞു.
Okay, so a superheater is a device used to increase the temperature of a saturated steam without raising its pressure. The diameter of flue tube in a Cornish boiler is dash that of the shell. Answer: diameter of a flue tube in a Cornish boiler. Cornish boiler എന്നൊരു boiler ഉണ്ട്. ആ ബോയിലറിന്റെ ഫ്ലൂ ട്യൂബിന്റെ ഡയമീറ്റർ അതിന്റെ ഷെല്ലിനേക്കാൾ എത്രയായിരിക്കും അല്ലേ? 3/5 that of shell. Okay, 3/5 that of the shell. An economiser dash the steam raising capacity of a boiler. Economiser എന്ന് പറയുന്നത് എന്താ നമ്മൾ പറഞ്ഞായിരുന്നു. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റീം റൈസിംഗ്, അതായത് നമ്മൾ എന്താണ് ഫ്യൂൽ കൺസംഷൻ കുറയ്ക്കുന്ന ഒരു ഡിവൈസ് ആണ് എക്കണോമൈസർ. അങ്ങനെയാണെങ്കിൽ സ്റ്റീം റൈസിംഗ് കപ്പാസിറ്റി ഓഫ് എ ബോയിലർ ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ? ഒബ്വിയസ്ലി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ആൻസർ ഈസ് എ, increases. The draught produced by a steam jet issuing from a nozzle placed in the ash pit under the fire grate of the furnace is called. The draught produced by the steam jet issuing from the nozzle placed in the ash pit under the fire grate of the furnace is called forced steam jet draught. Okay, answer is forced steam jet draught. An air preheater is installed. Preheater അല്ലേ, നമ്മൾ പ്രീഹീറ്ററിന് അർത്ഥം അറിയാം, പ്രീഹീറ്റ് ചെയ്യുന്ന അല്ലെ. എയർ പ്രീഹീറ്റർ എവിടെയാണ് നമ്മൾ ബോയിലറിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ? എക്കണോമൈസറിന് മുൻപാണോ, സൂപ്പർ ഹീറ്ററിന് മുൻപാണോ, അതോ എക്കണോമൈസറിനും ചിമ്നിക്കും ഇടയിലാണോ? And D, none of these. Answer is between the economiser and the chimney. അപ്പോൾ ആലോചിക്കുക, മനസ്സിൽ വെച്ചേക്കുക എന്താണ്? An air preheater is installed between the economiser and the chimney. The length of shell of a locomotive boiler is. ലോക്കോമോട്ടീവ് ബോയിലറിന്റെ ഷെല്ലിന്റെ ലെങ്ത് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഈസ് 4 meter. Okay, next. The shell diameter of a locomotive boiler. നേരത്തെ എന്താ ചോദിച്ചാൽ ലെങ്ത് ഓഫ് ഷെൽ ഓഫ് ദി ലോക്കോമോട്ടീവ്. ഇനി the shell diameter of a locomotive boiler is 1.5. ലെങ്ത് ഓഫ് ദി ലോക്കോമോട്ടീവ് ബോയിലർ ഷെൽ എന്ന് പറയുന്നത് 4 മീറ്ററും ഷെൽ ഡയമീറ്റർ എന്ന് പറയുന്നത് 1.5 മീറ്ററുമാണ്. മറക്കില്ലല്ലോ. നെക്സ്റ്റ്. The fire tubes in a Scotch marine boiler are. മറൈൻ ബോയിലേഴ്സിന്റെ എല്ലാം ഫയർ ട്യൂബ്സ് എന്തായിരിക്കും? ഹൊറിസോണ്ടൽ. ഓക്കെ, മറൈൻ ബോയിലേഴ്സ് ഈസ് എന്താണ്? ലോക്കോമോട്ടീവിന്റെ എന്താണ് ട്യൂബ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഹൊറിസോണ്ടൽ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്. The diameter of Cornish boiler varies from. The diameter of a Cornish boiler varies from 1 to 2 meter. നമ്മൾ നേരത്തെ പറഞ്ഞ 1 point അല്ലേ, ലോക്കോമോട്ടീവിന്റെ 1.5, കോർണിഷ് ബോയിലറിന്റെ എന്താണ്? 1 to 2 meter. നെക്സ്റ്റ്. A safety valve mainly used with locomotive and marine boilers. Safety valve mainly used with locomotive and marine boilers. Marine boilers is also a type of a locomotive ആണ്. ഇവിടെ യൂസ് ചെയ്യുന്ന സേഫ്റ്റി വാൽവ് ഏതാണ്? ഓപ്ഷൻ എ ലിവർ സേഫ്റ്റി വാൽവ്, ഡെഡ് വെയിറ്റ് സേഫ്റ്റി വാൽവ്, ഹൈ സ്റ്റീം ആൻഡ് ലോ വാട്ടർ സേഫ്റ്റി വാൽവ്, സ്പ്രിംഗ് ലോഡഡ് സേഫ്റ്റി വാൽവ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, സ്പ്രിംഗ് ലോഡഡ് സേഫ്റ്റി വാൽവ്. For maximum discharge through a chimney, the temperature of flue gases inside the chimney should be slightly more than the atmospheric temperature. True or false? Correct ആണോ ഇൻകറക്റ്റ് ആണോ എന്ന് ചോദിക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാം. For maximum discharge through chimney,
ചിമ്മിനി കൂടെ മാക്സിമം ഡിസ്ചാർജ് കിട്ടണമെങ്കിൽ the temperature of flue gases inside the chimney should be slightly more than the atmospheric temperature. Atmospheric temperatureനേക്കാളും അകത്ത് ആ ചിമ്മിനിക്കകത്തുള്ള ഫ്ലൂ ഗ്യാസിന്റെ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിലാണോ മാക്സിമം ഡിസ്ചാർജ് കിട്ടുന്നത്? കറക്റ്റ് അല്ലേ? അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിനേക്കാളും കൂടുതൽ ടെമ്പറേച്ചർ ആകുമ്പോഴാണ് നമുക്ക് ഇന്ന് ചിമ്മിനിയിൽ നിന്ന് കൂടുതൽ നമുക്ക് ഡിസ്ചാർജ് വരുന്നത്. Okay. A device in which some portion of waste heat of flue gases is recovered to heat the air before it passes to the furnace for combustion purpose is known as. ഒരു ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസ് എന്താ ചെയ്യുന്നത്? A device എന്താ ചെയ്യുന്നത്? Some portion of waste heat of flue gases is recovered to heat the air before it passes. കമ്പസ്റ്റിന് മുമ്പ് നമ്മൾ എന്താണ് ആ ഹീറ്റിനെ ഒന്നും കൂടി എന്താണ് ഹീറ്റ് ചെയ്ത് അല്ലെ, കമ്പസ്റ്റിന് മുമ്പേ നമ്മൾ ആ എയറിനെ ഹീറ്റ് ചെയ്ത് അകത്തേക്ക് പാസ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? എയർ പ്രീ ഹീറ്റർ. നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ അല്ലെ. കമ്പസ്റ്റിൻ നടക്കുമ്പോൾ അവിടെ എന്താ നടക്കുന്നത്? ഹീറ്റിംഗ് അല്ലെങ്കിൽ ബേണിംഗ് ആണ് നടക്കുക. അതിന് ആ ഫർണസിന് കമ്പസ്റ്റിൻ നടക്കുന്ന ഫർണസിലേക്ക് കയറും മുമ്പ് എയറിനെ ഒന്ന് ഹീറ്റ് ചെയ്ത് അതിന് നമ്മൾ എന്താ പറയുന്നത്? പ്രീ ഹീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യുന്ന ഡിവൈസിന് എന്ത് പറയും? എയർ പ്രീ ഹീറ്റർ. ഓക്കെ. സൈസ് ഓഫ് ബോയിലർ ട്യൂബ്സ് ഈസ് സ്പെസിഫൈഡ് ബൈ. ബോയിലർ ട്യൂബിന്റെ സൈസ് നമ്മൾ പറയുന്നത് എന്തിന്റെ ടേംസിലാണ്? മീൻ ഡയമീറ്റർ ആൻഡ് തിക്നെസ്, inside diameter and thickness, outside diameter and thickness, outside diameter and inside diameter. ഒരു ബോയിലർ ട്യൂബിന്റെ സൈസ് പറയുന്നത് അതിന്റെ ഔട്ട്സൈഡ് ഡയമീറ്ററും തിക്നെസ്സും വെച്ചിട്ടാണ്. ഓപ്ഷൻ സി, ഔട്ട്സൈഡ് ഡയമീറ്റർ ആൻഡ് തിക്നെസ്. നെക്സ്റ്റ്, ബ്ലോ ഓഫ് കോക്ക് ഇൻ എ ബോയിലർ ഈസ് യൂസ്ഡ് ടു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ബ്ലോ ഓഫ് കോക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? Control the flow of steam from the boiler to the main pipe and to shut off the steam completely when required. അതാണോ? Empty the boiler when required and to discharge the mud, scale or sediments which are accumulated at the bottom of the boiler. Put off fire in the furnace of the boiler when the level of water in the boiler falls to an unsafe limit. Increase the temperature of saturated steam without raising its pressure. ഈ 4 ഓപ്ഷനും 4 ഡിവൈസസാണ്. അതിൽ ബ്ലോ ഓഫ് കോക്ക് വരുന്നുണ്ട്, ഫ്യൂസിബിൾ പ്ലഗ് വരുന്നുണ്ട് അല്ലേ, ദെൻ സൂപ്പർ ഹീറ്റർ വരുന്നുണ്ട്. നമുക്കിവിടെ ചോദിച്ചിരിക്കുന്ന ബ്ലോ ഓഫ് കോക്ക് ഇൻ എ ബോയിലർ. നമ്മൾ ഈ ഓപ്ഷൻസ് പറഞ്ഞിരിക്കുന്നതെല്ലാം ഓരോ അക്സസറീസ് ആണ്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് ഓരോന്നും പറഞ്ഞതാണ്, എക്സ്പ്ലെയിൻ ചെയ്തത്. അതിൽ ഈ ബ്ലോ ഓഫ് കോക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ബ്ലോ ഓഫ് കോക്ക് എവിടെയാണ് ഇരിക്കുന്നത് നമ്മൾ കണ്ടതാ. എവിടെയാണ്? ഗ്രേറ്റിന്റെ അവിടെ അല്ലേ. Empty the boiler when required and to discharge the mud, scale or sediments which are accumulated at the bottom of the boiler. അതാണ് ബ്ലോ ഓഫ് കോക്കിന്റെ യൂസ് എന്ന് പറയുന്ന ബോയിലർ. ഓക്കെ ആണോ? Then next, diameter of internal flue tubes in a Lancashire boiler compared to its shell is. The answer is 2/5. Diameter of internal flue tubes in a Lancashire boiler compared to its shell is 2/5 of the shell ആണ് diameter of the internal flue tubes in a Lancashire boiler. Next question. The use of preheater increase the temperature of air by about. നമ്മൾ പറഞ്ഞു ഫർണസിന്റെ അകത്ത് കമ്പസ്റ്റിംഗ് പ്രോസസ്സിന് മുൻപേ നമ്മൾ ആ എയറിനെ ഒന്ന് പ്രീഹീറ്റ് ചെയ്യും. ഈ പ്രീഹീറ്റ് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രി ഇൻക്രീസ് ഉണ്ടാവും ആ എയർ? നമ്മൾ അവിടെ വെച്ച് കമ്പസ്റ്റൻ അല്ല ചെയ്യുന്നത്, പക്ഷെ പകരം നമ്മളൊന്ന് പ്രീഹീറ്റ് ചെയ്യുന്നു, പ്രീഹീറ്റർ വെച്ച് അല്ല, എയർ പ്രീഹീറ്റർ വെച്ച് അവിടെ ഫർണസിലേക്ക് കയറും മുമ്പേ. അപ്പോൾ എത്ര ഡിഗ്രി ഇൻക്രീസ് ആണ് ആ എയറിന് ഉണ്ടാകുന്നത്? 50 ഡിഗ്രി, 20 ഡിഗ്രി, 5 ഡിഗ്രി, 30 ഡിഗ്രി. 4 ഓപ്ഷൻസ് ഉണ്ട്. ആൻസർ ഈസ് 20 ഡിഗ്രി. ഓക്കെ. അപ്പോൾ പ്രീഹീറ്ററിൽ നമ്മൾ എത്ര ഡിഗ്രി റൈസ് കൊടുക്കുന്നുണ്ട്? ടെമ്പറേച്ചർ, എയറിൻ്റെ ടെമ്പറേച്ചറിന് 20 ഡിഗ്രി റൈസ് കൊടുക്കുന്നുണ്ട്, ഇൻക്രീസ് വരുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഡെഫിനിഷൻ ആണ്. ഡാഷ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 34.5 pounds അല്ലെങ്കിൽ 15.65 kilogram of steam per hour at pressure and temperature 0 psi gram or 0 bar
and 212 degree Fahrenheit 100 degrees Celsius with feed water at a pressure 0 and temperature 212 degree Fahrenheit. Okay, ഇതൊരു ഡെഫിനിഷനാണ്. എന്താണ് ഇതിനെ പറയുന്നത്? ഈ ഒരു എനർജി എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ചെയ്യുന്ന അതിന് എന്താണ് നമ്മൾ പറയുന്നത്? ഹോഴ്സ് പവർ, 1 ബോയിലിംഗ് ഹോഴ്സ് പവർ, ദെൻ ബോയിലിംഗ് ടെമ്പറേച്ചർ. രണ്ട് ഓപ്ഷൻ ഹോഴ്സ് പവർ എന്ന് കിടക്കുകയാണ്. ഒന്ന് 1 ബോയിൽഡ് ഹോഴ്സ് പവർ, 1 ബോയിലിംഗ് ടെമ്പറേച്ചർ, ഒന്ന് ബോയിലിംഗ് പ്രഷർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്താണ് ഇത് പറയുന്നത്? ഈ ഒരു ഡെഫിനിഷൻ ഇതുപോലെ തന്നെ പഠിച്ചു വയ്ക്കേണ്ടതാണ്. ഡാഷ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി. 1 ബോയിലർ ഹോഴ്സ് പവർ എന്നാണ് പറയുന്നത്. നമ്മുടെ ബോയിലർ കപ്പാസിറ്റി ആണ് അല്ലെ. 1 ബോയിലർ ഹോഴ്സ് പവർ ഈസ് ദി എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 15.65 കിലോഗ്രാം ഓഫ് സ്റ്റീം പെർ അവർ അറ്റ് എ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ 0 with a feed water at a pressure 0 and temperature 212 degree Fahrenheit. അതിനെ പറയണേ എന്തുവാ? 1 ബോയിലർ ഹോഴ്സ് പവർ എന്ന് പറയാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് എ ബോയിലർ ട്രയൽ ഈസ്. നമ്മൾ ബോയിലർ ട്രയൽ, നമ്മൾ ക്രിക്കറ്റിൽ ട്രയൽ ബോൾ എന്ന് പറയാൻ പോലെ ബോയിലർ ട്രയൽ. അതായത് നമ്മളൊന്ന് ബോയിലർ എന്താണ് ആദ്യം എന്താണ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ തുടങ്ങുന്ന മുമ്പ് നമ്മൾ ബോയിലർ ട്രയൽ നടത്തും. എന്തിനാണ് ബോയിലർ ട്രയൽ നടത്തുന്നത്? ടു ഡിറ്റർമിൻ ദ ജനറേറ്റിംഗ് കപ്പാസിറ്റി ഓഫ് ദി ബോയിലർ, to determine the thermal efficiency of the boiler when working at a definite pressure, to prepare heat balance sheet for the boiler, all of the above. Answer എന്താണ്? All of the above. ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് നടത്തുന്നത്? ബോയിലർ ട്രയൽ നടക്കുന്നത്. ടു ഡിറ്റർമിൻ ദ ജനറേറ്റിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബോയിലറിന്റെ ജനറേറ്റിംഗ് കപ്പാസിറ്റി എത്രയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ഇത് റൺ ചെയ്യുന്നു. To determine the thermal efficiency of the boiler when working at a definite pressure. ഒരു definite pressure എത്രയായിരിക്കും അതിന്റെ thermal efficiency എന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഈ ബോയിലറിന്റെ ഹീറ്റ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇതിനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ബോയിലർ ട്രയൽ യൂസ് ചെയ്യാറുണ്ട്. സോ ഇതാണ് കുറച്ച് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് വീഡിയോയിൽ നിന്ന് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഓക്കെ.